നമസ്കാരം ശ്രീല മാം. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം പിണറായി വിജയൻ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നുണ്ട്. കാരണം ആരെയൊക്കെയോ സംരക്ഷിക്കാനായി എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട്. അതായത് ജസ്റ്റിസ് ഹേമയ്ക്ക് തന്നെ പരാതി നൽകിക്കൂടെ എന്നൊക്കെയാണ് പിണറായി വിജയൻ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്നത്. അതായത് ജസ്റ്റിസ് ഹേമയെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് പിണറായി വിജയൻ മുന്നോട്ട് പോകുന്നത്. അതായത് മുഖ്യമന്ത്രിക്ക് സംരക്ഷിക്കാൻ കുറെ പേരുകൾ ആ പേജിലുണ്ട്, 63-ാം പേജിലുണ്ട്. ആ പേരുകൾ സംരക്ഷിക്കാൻ വേണ്ടി ഇപ്പൊ ജസ്റ്റിസ് ഹേമയുടെ തലയിലേക്കാണ് പിണറായി എല്ലാ കുറ്റവും ചാർത്തി കൊടുക്കുന്നത്. അതൊന്നാമത്തെ കാര്യം. രണ്ട്, ഈ പലരും പറയുന്നു അമ്മയിൽ അംഗത്വം എടുക്കണമെങ്കിൽ ഇടവേള ബാബു അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഇടവേള ബാബുവിനെ ശരീരം കാഴ്ച വയ്ക്കേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ട് എന്ന് ഇപ്പൊ പലരും തുറന്നു പറച്ചിലുകൾ നടത്തുന്നുണ്ട്. മൂന്ന്, ഈ മമ്മൂട്ടി, മോഹൻലാൽ ഉൾപ്പെടെയുള്ള താരങ്ങൾ, സൂപ്പർ സ്റ്റാറുകളെയൊന്നും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം പുറത്ത് കണ്ടിട്ടില്ല. അതായത് ഇവരൊക്കെ ഒളിച്ചു കഴിയുകയാണോ എന്നാണ് പലരും ചോദിക്കുന്നത്. ഇപ്പൊ മോഹൻലാലിന് ഇതോടുകൂടി സ്ട്രെസ് ഉണ്ടായി, അമൃത ആശുപത്രിയിൽ പനിയും ശ്വാസതടസ്സവുമായി അദ്ദേഹം പ്രവേശിച്ചു. പലരും ഇവിടെ നിന്ന് ഫ്ലൈറ്റ് പിടിച്ച് വിദേശത്തേക്ക് ഓടുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഭയന്നുകൊണ്ട് എന്നൊക്കെയാണ് പലരും പറയുന്നത്. സത്യത്തിൽ ഈ ഹേമ കമ്മിറ്റിയെ കുറ്റപ്പെടുത്തേണ്ടതുണ്ടോ? ഈ നായകന്മാരൊക്കെ ഭയപ്പെടുന്നുണ്ടോ? യഥാർത്ഥത്തിൽ ധന്യ, ഇതിന് വലിയ ഈ കമ്മിറ്റി രൂപീകരിച്ച അന്നു മുതലുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നടിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് നടി ആക്രമിക്കപ്പെട്ടപ്പോഴാണ് ഇങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിച്ചത്. ഈ കമ്മിറ്റി രൂപീകരിക്കാനുള്ള കാരണം തന്നെ WCC എന്ന് പറയുന്ന സംഘടനയുടെ, അവരുടെ സ്ത്രീകളുടെ വുമൺ കളക്റ്റീവിന്റെ ഒരു ശ്രമഫലമായി അന്നത്തെ ഒരു വലിയ പ്രശ്നം നമുക്കറിയാം. ഈ നടിയെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അന്ന് ഇതേപോലെ തന്നെ സമൂഹം ഏറ്റെടുത്ത വിഷയമുണ്ടായിരുന്നു. ആ സമയത്ത് ഒരു രക്ഷയുമില്ലാതെ രൂപീകരിക്കപ്പെട്ട ഒരു കമ്മീഷനാണ്, കമ്മിറ്റിയാണ് ഈ ഹേമ കമ്മിറ്റി. സാധാരണഗതിയിൽ നമ്മൾ ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പഠിക്കാൻ എൻക്വയറി കമ്മിറ്റിയുടെ കീഴിലുള്ള ഒരു കമ്മീഷനെയാണ് നിയോഗിക്കുക. ഈ കമ്മീഷനെ നിയോഗിക്കുമ്പോൾ അതിൽ ടേംസ് ഓഫ് റെഫറൻസ് വെക്കണം സാധാരണഗതിയിൽ. എന്നാൽ ഇങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിച്ചപ്പോൾ ആ കമ്മിറ്റി ഒരു ടേംസ് ഓഫ് റെഫറൻസ് വെക്കുകയോ ഇത് മൊഴിയെടുക്കണമെന്നോ അല്ലെങ്കിൽ ഏത് തരത്തിലാണ് അതിന്റെ അന്വേഷണ രീതി മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്, അന്വേഷണവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തണമെന്നോ അല്ലെങ്കിൽ ഇതിനെ ഈ ഒരു സാധാരണ കമ്മിറ്റിക്ക് വേണ്ട ടേംസ് ഓഫ് റെഫറൻസ് ഒന്നും ഇതിലുണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു റിട്ടയർഡ് ജസ്റ്റിസിന്റെ കീഴിലുള്ള ഒരു കമ്മിറ്റിയാണ് എന്ന് മാത്രമേ ഉള്ളൂ. അത് ഒരു കമ്മിറ്റി മാത്രം ആയിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ എന്തൊക്കെ ചെയ്യണമെന്ന കാര്യത്തിൽ ജസ്റ്റിസ് ഹേമയ്ക്ക് പോലും ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള ഫാക്ട് ഫൈൻഡിങ്ങോ എൻക്വയറിയോ നടത്താതെ ഈ സിനിമാ രംഗത്തെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് വന്ന സ്ത്രീകളിൽ നിന്നും മൊഴിയെടുത്ത് ആ മൊഴി എഴുതിയെടുക്കുക മാത്രമാണ് നിലവിലുള്ള കമ്മിറ്റി ചെയ്തിട്ടുള്ളത്. അതിൽ ചിലതൊക്കെ ശരിയാകാം, ചിലതൊക്കെ തെറ്റാകാം. അങ്ങനത്തെ ചില പ്രശ്നങ്ങളുണ്ട്. ചിലർ വ്യക്തിവൈരാഗ്യം തീർക്കാൻ വേണ്ടി പറയുന്നതാവാം. അപ്പൊ അങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. അതിൽ തന്നെ പലരും പറഞ്ഞിരിക്കുന്നത് അവരുടെ ജസ്റ്റിസ് ഹേമയോട് പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജസ്റ്റിസ് ഹേമയോട് പറഞ്ഞിട്ടുള്ളത് ഇത് ഈ കമ്മിറ്റിക്ക് മുമ്പാകെ തങ്ങൾ നൽകുന്ന മൊഴി പുറത്തു പോകരുത്, ഇരകൾ അവരുടെ പേര് വിവരങ്ങളോ അല്ലെങ്കിൽ അവരുടെ ഐഡന്റിറ്റിയോ വെളിപ്പെടുത്തുന്ന ഒന്നും തന്നെ പറയരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വിഷയങ്ങൾ പറഞ്ഞിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇരകൾ വന്ന ഒരു പരാതി പറയുന്നു എന്നതിനപ്പുറത്തേക്ക് അവർ അന്നുണ്ടായ ചില പ്രശ്നങ്ങൾ പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു പരാതി പറഞ്ഞുവെങ്കിൽ ഇവർക്ക് പരാതി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ പരാതി ജെന്യുവിനായി പറയണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ യഥാർത്ഥത്തിൽ അവർ പോകേണ്ടത് പോലീസ് സ്റ്റേഷനുകളിലേക്കായിരുന്നു. ആ കാലഘട്ടങ്ങളിലൊന്നും ഇവരാരും തന്നെ ഒരു പരാതിയും പറഞ്ഞിട്ടില്ല. ഇത്തരം ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, ആ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഒരു കമ്മിറ്റിയെ രൂപീകരിക്കാൻ നിർബന്ധിതമാകുന്ന സാഹചര്യം സർക്കാരിന്റെ മുമ്പിലുണ്ടായി. അത്തരം ഒരു സാഹചര്യത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ചു എന്നല്ലാതെ ഈ കമ്മിറ്റിക്ക് വേണ്ടത്ര പ്രാധാന്യം നൽകുകയോ അല്ലെങ്കിൽ ഈ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഒരു റിപ്പോർട്ടായി വന്നപ്പോ ആ റിപ്പോർട്ടിന് ഒരു പ്രാധാന്യം നൽകുകയോ ഇത് എന്തെങ്കിലും പുറത്തു വിടണമെന്നോ അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് പുറത്തു വരേണ്ടതെന്നെ സംബന്ധിച്ചോ ഇത് സംബന്ധിച്ച് മുമ്പോട്ട് പോകേണ്ട നിയമ നടപടികളെ സംബന്ധിച്ചോ ഒന്നും തന്നെ സർക്കാർ ഇത് ആലോചിച്ചിട്ടില്ല. അതുമാത്രമല്ല സർക്കാർ ഇത് ഗൗരവത്തിലെടുത്തിട്ടില്ല. അതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. കുറച്ച് സിനിമാ മേഖലയിലുള്ള കുറച്ച് നടിമാർ പറഞ്ഞ ഒരു പ്രശ്നത്തെ, ആ പ്രശ്നത്തെ അന്നേരത്തെ ജനരോഷം ശമിപ്പിക്കാൻ വേണ്ടി ഒന്ന് അഡ്രസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ആ ജനരോഷത്തെ ഒന്ന് ശമിപ്പിക്കാൻ വേണ്ടി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഒരു കമ്മിറ്റി എന്നതിനപ്പുറത്തേക്ക് ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള തീരുമാനമെടുത്തോ എനിക്ക് മനസ്സിലാവുന്നില്ല. 2 സാംസ്കാരിക വകുപ്പ് മന്ത്രിമാർ അതിനുശേഷമുണ്ടായി. AK ബാലനായിരുന്നു അന്നുണ്ടായിരുന്ന. അതിനുശേഷം പിന്നീട് സജി ചെറിയാൻ വന്നു. ഈ 2 പേരും വന്നപ്പോൾ സജി ചെറിയാൻ കഴിഞ്ഞ ദിവസം എത്ര നിരുത്തരവാദപരമായ ഒരു പ്രസ്താവനയാണ് സമൂഹത്തിന്റെ മുന്നിൽ നടത്തിയത്. സജി ചെറിയാൻ പറഞ്ഞത് ഞാനത് വായിച്ചു നോക്കിയിട്ട് പോലുമില്ല എന്നാണ്.
അതായത് ഇത്രയും പ്രശ്നമായ ഒരു റിപ്പോർട്ട് വരുമ്പോൾ സിനിമാ രംഗത്ത് പ്രശ്നമുണ്ട് എന്ന് നമ്മൾ അറിയുന്നത് ആദ്യമല്ല. സിനിമാ രംഗത്തെ പ്രശ്നങ്ങൾ, നിരവധി പ്രശ്നങ്ങൾ പല ഘട്ടങ്ങളിലായി ചർച്ചയ്ക്ക് വന്നു. ചലച്ചിത്ര അക്കാദമി ചെയർമാനെതിരെ പോക്സോ കേസ് വന്നു. ആ സമയത്ത് നമുക്കറിയാം വലിയ രീതിയിലുള്ള പ്രശ്നമുണ്ടായി. അന്ന് ആരാണ് ഇത് ഇടപെട്ട് ഈ പ്രശ്നങ്ങൾ ഇല്ലാതാക്കിയത്? ആരാണ്? അദ്ദേഹത്തിന് ജാമ്യം കിട്ടുന്ന അവസ്ഥ ഉണ്ടാക്കി കൊടുത്തു. അതുപോലെ തന്നെ അങ്ങനെ പല കാര്യങ്ങളും. ഇത്തരത്തിലുള്ള ഒരു സംവിധായകന്റെ സെറ്റിൽ നിന്നൊരു സ്ത്രീ വന്നിട്ട് ശേഷം അവരുടെ ഏതാണ്ട് 30 കിലോയോളം അവരുടെ ശരത്ത് കുറഞ്ഞു എന്നാണ് പറയുന്നത്. വലിയ രീതിയിലുള്ള അയാളും അടക്കമുള്ള അടുത്ത ആ സിനിമ തന്നെ പൂർത്തിയാക്കുകയും ചെയ്തു. അതിനുശേഷം ഒരു സംവിധായകന്റെ വീട്ടിൽ നിന്നൊരു സ്ത്രീ ഇറങ്ങി, അതൊരു പേഴ്സണൽ വിഷയമാണെങ്കിൽ പോലും നഗ്നയെ ഇറങ്ങി ഓടുന്ന സ്ഥിതി ഉണ്ടായി. ഇങ്ങനെ നിരവധി വിഷയങ്ങൾ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് പല വട്ടങ്ങളിൽ ഉണ്ടായി. ആ സമയത്ത് തന്നെ വേണമെങ്കിൽ മേനക സുരേഷ് കുമാറിനെ അറിയില്ലോ, പ്രൊഡ്യൂസറായിരുന്ന സുരേഷ് കുമാർ വന്ന് പറഞ്ഞു മേനകയെ തട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമം നേരത്തെ നടത്തിയിട്ടുണ്ട്. അപ്പൊ ഈ സിനിമാ സെറ്റിൽ ഇതൊന്നും നടക്കുന്നത് ആദ്യമല്ല എന്നും ഇത്തരം പ്രശ്നങ്ങളുണ്ട് എന്നും ആ പ്രശ്നത്തിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് ഒരു അന്വേഷണ കമ്മീഷനെ രൂപീകരിച്ചുകൊണ്ട് അതിൽ ടേംസ് ഓഫ് റെഫറൻസ് വെച്ചുകൊണ്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ജസ്റ്റിസ് ഹേമയ്ക്ക് കുറച്ചുകൂടി ഇത് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാനും തീരുമാനമെടുക്കാനും ഒക്കെ കഴിഞ്ഞേനെ. മറിച്ച് 1.5 കോടി രൂപ മുടക്കി ഒരു കമ്മിറ്റിയെ വെച്ച് കമ്മിറ്റി ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി അത് കൊണ്ടുവന്ന് മേശപ്പുറത്ത് വെച്ച് അതിനെ വിശ്രമിപ്പിക്കുകയായിരുന്നു. ആ കമ്മിറ്റിയുടെ മേശപ്പുറത്ത് ഇതിന്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് ഇവരൊക്കെ എന്താണ് ചെയ്തിരുന്നത്? ഇത്രയും ഗുരുതരമായ ഒരു പ്രശ്നം ഇപ്പോൾ അഡ്രസ് ചെയ്യപ്പെടുന്നു. ഗുരുതരമായ വിഷയമാണ്, നമുക്ക് ഏവർക്കും അറിയാം. സിനിമാ ഫീൽഡ് ഇതെല്ലാം ഉണ്ട് എന്ന് ജനങ്ങൾക്ക് ഏവർക്കും അറിയുന്ന ഒരു പ്രശ്നം തന്നെയാണ്. ഇത് അറിയാത്ത പ്രശ്നമല്ല. ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇത്തരം വിഷയങ്ങൾ ഒരു നിലപാടെടുക്കാത്തത്? എന്തുകൊണ്ടാണ് ഇപ്പോ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ കേസ് കൊടുത്തോട്ടെ എന്നാണ്? ഏതെങ്കിലും കമ്മിറ്റികൾ, ഏതെങ്കിലും അതിന്റെ ആധികാരി, ഇപ്പൊ നമുക്ക് കോളേജുകളിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നമുണ്ടായാൽ കോളേജിന്റെ അധികാരി കേസ് കൊടുക്കും, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതൊരു സ്ഥാപനമാണ്, ആ സ്ഥാപനത്തിന്റെ അധികാരിയാണ്. ഇതിപ്പോ ഒരു കമ്മിറ്റിയെ വെച്ചുകൊണ്ട് ആ കമ്മിറ്റിയിൽ വന്ന് അവരോട് ജസ്റ്റിസിനോട് പറയാണ് ഇത് പുറത്തു പറയരുതെന്ന് പറഞ്ഞു. നമ്മൾ ഈ സാധാരണ 164 സ്റ്റേറ്റ്മെന്റ് ഒക്കെ കൊടുക്കുന്ന പോലെ തന്നെയാണ് ഇതും. ആ ഒരു അവിടെ വന്ന് പുറത്തു പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട്, ഈ തങ്ങളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളെ പറ്റി പറയുന്ന ഒരു കമ്മിറ്റി മുമ്പാകെ വരുന്ന ഒരു വിഷയത്തെ എങ്ങനെയാണ് ജസ്റ്റിസ് ഹേമ ഇതിൽ കേസെടുക്കണമെന്ന് ആവശ്യപ്പെടുന്നത്? ഇരകൾ പറയുന്നു തങ്ങളുടെ ഐഡന്റിറ്റി മറച്ചു വെക്കപ്പെടണം, തങ്ങൾക്ക് കേസ് കൊടുക്കാൻ താല്പര്യമില്ല, തങ്ങളുടെ പേര് പോലും പറയരുത്, മൊഴി പോലും പുറത്തു വരരുതെന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിലെ 15 നടന്മാരുണ്ട്, ഇതിലൊരു പവർ ഗ്രൂപ്പ് ഉണ്ട്, 15 നടന്മാരുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. ഈ 15 നടന്മാരുണ്ട് എന്ന് പറയപ്പെടുന്ന, അല്ലാതെ ഇത് ആരാണെന്ന് സത്യം പറഞ്ഞാൽ ഇതുവരെ സർക്കാർ ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടില്ല. സാധാരണഗതിയിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഊഹാപോഹങ്ങളാണ്. മമ്മൂട്ടി ഉണ്ടോ, മോഹൻലാൽ ഉണ്ടോ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഊഹാപോഹങ്ങളാണ്. അതിൽ കൃത്യമായും വ്യക്തമായും പേര് പുറത്തു വന്ന ശരീരം കാഴ്ചവെക്കണം. ഇടവേള ബാബുവിന്റെ പ്രശ്നം ഇപ്പൊ കൃത്യമായും വ്യക്തമായും പേര് വന്ന 3 പേരുടെ കാര്യം പറയുകയാണെങ്കിൽ, ഒന്ന് ഗണേഷ് കുമാറിനെ പറ്റി ആരോപണം ഉയർന്നിട്ടുണ്ട്. തിലകന്റെ കേസിലാണെങ്കിൽ പോലും പരാതി നൽകിയിട്ടുണ്ട്. ഗണേഷ് അബിൻ വർക്കി പരാതി നൽകിയിട്ടുണ്ട്. അതുകൂടാതെ പരാതി വന്നത് മുകേഷിന്റെ പേരിലാണ്. നേരത്തെ ഒരു മീറ്റു ആരോപണം ഉണ്ടായിട്ടുള്ളത്. അതുകൂടാതെ ഇപ്പൊ ഇടവേള ബാബുവിനെതിരെ ഒരു എഴുത്തുകാരിയാണെന്ന് തോന്നുന്നു, തിരക്കഥാകൃത്ത് കൂടിയായ ഒരാൾ, ഒരു അഭിനേതാവും തിരക്കഥാകൃത്തുമായ ഒരു പെൺകുട്ടി വന്ന് പരാതി പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഈ ആദ്യ അന്വേഷണം നടത്തേണ്ടത് എങ്ങനെയാണ്? ഈ 3 പേര് നമ്മൾ പറഞ്ഞാലും ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കുന്ന ചർച്ച കാണുന്ന ആൾക്കാരെല്ലാം ഈ 15 പേരുടെ പേര് നമ്മൾ പറയണമെന്നാണ് ശഠിക്കുന്നത്. ഇത് മുഖ്യമന്ത്രി പോലും പറയാത്ത പേരുകൾ കേരളത്തിലെ മാധ്യമങ്ങൾ വെളിപ്പെടുത്താനാണ്. സാധാരണക്കാരന് ഇതിനകത്ത് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. സാധാരണക്കാരൻ സ്ത്രീകളെ ഉദ്ധരിക്കാനോ അല്ലെങ്കിൽ സാധാരണക്കാർക്ക് ഈ വിഷയങ്ങളെ കുറിച്ച് പറയാനോ, നമ്മൾ ഈ വിഷയങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ, ഇതിന്റെ വിവിധ ഡയമെൻഷനുകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ചാനൽ ചർച്ചയുടെ അല്ലെങ്കിൽ എല്ലാത്തിന്റെയും ലിങ്കുകളുടെ താഴെ നോക്കിയാൽ കാണുന്നത് നിങ്ങൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാതെ 15 പേരുടെ പേര് പറയുമെന്നാണ്. കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ആരാണ് നടന്മാരെന്ന് അറിയുക, ഏത് നടന്മാർ ആരുടെ കൂടെ പോയി എന്നറിയുക എന്നതിനപ്പുറത്തേക്ക്, അതായത് ഈ ഇക്കിളിപ്പെടുത്തുന്ന കഥകൾ, ഞാൻ അങ്ങനെ തന്നെ പറയും. ഏത് നടന്മാർ ആരെ ഉപദ്രവിക്കും, അത് ഉപദ്രവമെന്ന് പോലും അവർ ചിന്തിക്കില്ല. ഏതൊക്കെ നടന്മാർ ആരൊക്കെയുമായി ബന്ധമുണ്ടായി എന്ന് അറിയുക എന്നതിനപ്പുറത്തേക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് ഇതിൽ വലിയ താല്പര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ വന്ന് കാണുന്നുണ്ടെങ്കിൽ ഞാൻ സ്ഥിരമായി ഈ ചർച്ചകളുടെ ഏത് ചർച്ചയിൽ മുഖ്യധാരാ മാധ്യമങ്ങളിലാണെങ്കിലും പിന്നെ അവർക്കൊരു പ്രതീക്ഷ ഓൺലൈൻ മാധ്യമങ്ങളെയാണ്. കാരണം മുഖ്യധാരാ മാധ്യമങ്ങൾ അങ്ങനെ പെട്ടെന്ന് പേര് പുറത്തുവിടില്ലെന്ന് അവർക്ക് തന്നെ അറിയാം. പിന്നെ അവർ വന്ന് നോക്കുന്ന ഓൺലൈൻ മാധ്യമങ്ങളുടെ ലിങ്കിലാണ്. കാരണം എന്ത് വായി വരുന്ന കോതയ്ക്ക് പാട്ടെന്ന് പറയുന്ന ചില ഓൺലൈൻ മാധ്യമങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ആരുടെയെങ്കിലും ഒക്കെ പേരെടുത്ത് വെച്ച് ചർച്ച ചെയ്യുന്ന ഓൺലൈൻ മാധ്യമങ്ങളോ അല്ലെങ്കിൽ ആൾക്കാരോ ഉണ്ട്. അത്തരത്തിൽ വിശ്വാസ്യത കളയാനും ആരുടെയെങ്കിലും പേര് പറയാനും ഞാൻ തയ്യാറല്ല. കാരണം എനിക്ക് ഇതിൽ ആരുടെയൊക്കെ പേരുണ്ട് എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായി അറിയില്ല. അറിഞ്ഞ 3 പേരുകൾ, ആ പേരുകളുടെ കാര്യത്തിൽ ഈ നാട്ടുകാർ എന്താണ് പറയുന്നത്? ഇപ്പൊ ഇടതുപക്ഷത്തിനെതിരായി നമ്മൾ പറഞ്ഞാൽ, കേരളത്തിലെ സർക്കാരിനെതിരായി പറഞ്ഞാൽ അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും അല്ലെങ്കിൽ അത് ആ പറയുന്ന ആളെ ആക്രമിക്കാനുള്ള പ്രവണതയല്ലേ കാണിക്കുന്നത്. ഇവിടെ ആരാണ് കുറ്റക്കാർ? യഥാർത്ഥത്തിൽ ഞാൻ പറയുന്നത് ഇടതുപക്ഷക്കാർ തന്നെയാണ്. ഈ സിനിമാ മേഖലയെ ആരാണ് നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്?
ഇടതുപക്ഷ ലോബികളല്ലേ, ഇടതുപക്ഷത്തെ സാംസ്കാരിക ജീവികളല്ലേ, സാംസ്കാരിക ബുദ്ധി ജീവികളെന്ന് അവകാശപ്പെടുന്നവരല്ലേ സിനിമാ മേഖലയിൽ. ഇപ്പൊ ഫിലിം മറ്റു ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്, ഫിലിം ഫെഡറേഷൻ, അവിടെയൊക്കെ ഉള്ളത് ഇടതുപക്ഷക്കാരല്ലേ. അവരാരെങ്കിലും മിണ്ടുന്നുണ്ടോ? അവരാരെങ്കിലും വിഷയത്തിൽ സംസാരിക്കുന്നുണ്ടോ? അവർക്കും മിണ്ടാൻ കഴിയില്ല. കാരണം ഇന്നലെ ഒരു എഴുത്തുകാരിയുടെ ഒരു ഇത് കാണാനിടെ, ഒരു ഫേസ്ബുക്ക് കുറിപ്പ് കാണാനിടെ, അതിൽ ആ എഴുത്തുകാരി പറഞ്ഞത് സാംസ്കാരിക മേഖലയും ഇങ്ങനെ തന്നെയാണ്, എഴുത്തുകാരുടെ മേഖലയും ഇത് തന്നെ പ്രശ്നം അനുഭവിക്കുന്നു. നിയമസഭയിൽ പിണറായി വിജയൻ പറഞ്ഞതാണ് മനസ്സിലാക്കാൻ. പോലീസുകാരുടെ ഭാഗത്ത് പോലീസുകാർക്ക് ഈ പ്രശ്നങ്ങളുണ്ട്. ഇങ്ങനെ നിരവധി പേർക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സ്ത്രീകൾ പല ഘട്ടങ്ങളിലും പലയിടത്തും അനുഭവിക്കുന്നുണ്ട്. അതിന് കാരണം കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മനോഭാവത്തിലാണ് ആദ്യം മാറ്റം വരുത്തേണ്ടത്. ഇവിടെ കേസെടുക്കേണ്ട എന്നല്ല, പോക്സോ അടക്കമുള്ള ഗുരുതരമായ പ്രശ്നങ്ങളുണ്ട് എന്ന് ആരോപിക്കുന്നു. ഗൗരി ലക്ഷ്മി എന്ന് പറയുന്ന ഒരു ഗായിക വന്ന് പറയുന്നുണ്ട്, അവരെ ഏതോ ഒരു സിനിമാ സെറ്റിൽ വെച്ചൊരു സംഗീത സംവിധായകൻ, സിനിമയുടെ പേര് പറയുന്നുണ്ട്, സംഗീത സംവിധായകന്റെ പേര് തൽക്കാലം ഞാൻ പറയുന്നില്ല, എനിക്കറിയാം സംഗീത സംവിധായകന്റെ പേര്. അതിലെ ആ പറഞ്ഞ സിനിമയിലെ സംഗീത സംവിധായകനാണെങ്കിൽ അയാളെ സംബന്ധിച്ച് പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്ന സംഗീത സംവിധായകനാണ്. അപ്പൊ അങ്ങനെ നിരവധി പേരുടെ പേരുകൾ ഉണ്ട് എന്ന് ഊഹാപോഹം മാത്രമാണ്. അത് എന്തുകൊണ്ടാണ് ഇത്ര അതീവ രഹസ്യമായി പേരുകൾ വച്ചിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ സമൂഹത്തിലുണ്ടാകണ്ടേ. ഈ പീരകളുടെ പേരുകൾ മറച്ചു വെക്കാം, ശരി, പക്ഷെ വേട്ടക്കാരന്റെ പേരുകൾ പുറത്തു വരണ്ടേ? പക്ഷെ ഇവിടെയുള്ള പ്രശ്നം ഞാൻ മനസ്സിലാക്കുന്നത്, ജസ്റ്റിസ് ഹേമയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ഞാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അവരൊരു ന്യായാധിപയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഫാക്ട് ചെക്ക് ചെയ്യാത്ത ഒരു വിഷയത്തെ സംബന്ധിച്ച് അവർക്ക് പറയാൻ കഴിയില്ല. അപ്പൊ നമുക്കറിയാം വിജയ് ബാബുവിന്റെ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ പറഞ്ഞു, വിജയ് ബാബുവിന്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അവിടെ ഇരയും വേട്ടക്കാരനും ആരാണെന്ന് പറയാൻ എങ്ങനെ കഴിയും? 2 വർഷത്തോളം അവയിലുമായി ബന്ധമുണ്ടായിരുന്ന ഒരാൾ, അവർ അതിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. ആ പരാതിയിൽ കൃത്യമായി, ആ പരാതിയുമായി ബന്ധപ്പെട്ട് ഞാനൊരു ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ അതിനെതിരെ എനിക്ക് വിമർശനം വന്നാണ്. ആ പരാതിയിൽ അവർ പറയുന്നുണ്ട്, എനിക്ക് വേഷം തരാതിരുന്നു അടുത്ത സിനിമയിൽ. അങ്ങനെയെങ്കിൽ അത് ബിസിനസ് കോൺട്രാക്ട് അല്ലേ? അതെങ്ങനെയാണ് പീഡനമാകുന്നത്? ഒരു കോൺട്രാക്ടിന്റെ വയലേഷൻ അവിടെ ഉണ്ടായിരിക്കുന്നു, അതെങ്ങനെയാണ് പീഡനത്തിന്റെ പരിധിയിൽ വരിക? ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കൂടിയില്ലേ പലപ്പോഴും ഇവർ പറയുന്നു. അതും ആ ജസ്റ്റിസ് ഹേമ കമ്മീഷന്റെ വിലയിരുത്തൽ അവർ പറയുന്നു, നേരിട്ട് പോലും പരാതി തരാത്ത ചിലരുണ്ട്. ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ വിഷയങ്ങൾ ജൂനിയർ ആർട്ടിസ്റ്റുകൾ നേരിട്ട് വന്ന് പറഞ്ഞിട്ടില്ല, അവരെ കോൺടാക്ട് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. മറ്റുള്ളവർ പറഞ്ഞു കേട്ട കഥകളുണ്ട്, ചിലർ അയച്ചു തന്ന ഇമെയിൽ അടക്കമുള്ളവയുണ്ട്. ഇത്തരത്തിലുള്ള ഇമെയിലിലൂടെ പരാതി കിട്ടുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്, അല്ലാതെ നേരിട്ട് അവർ അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിക്കൊണ്ടോ അല്ലെങ്കിൽ നേരിട്ടോ വന്നിട്ടില്ല. ഇങ്ങനത്തെ വിഷയങ്ങൾ നിലനിൽക്കുമ്പോൾ സർക്കാരിന് കേസുമായി മുമ്പോട്ട് പോകണം എന്നുള്ളത് എങ്ങനെയാണ് പറയാൻ കഴിയുക? ഇതിലൊരു എൻക്വയറി നടത്തി, ഇതിൽ സത്യത്തിൽ കേരളത്തിലെ സർക്കാരിന് ഒന്നേ ചെയ്യാൻ കഴിയൂ, ഇതൊരു എൻക്വയറി, ഈ പറഞ്ഞിട്ടുള്ള വിഷയത്തിൽ ഒരു എൻക്വയറി നടത്തുക. ആ എൻക്വയറിയുമായി ബന്ധപ്പെട്ട് ഇവർ പ്രതികളാക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിൽ അപ്പോൾ കേസ് നടത്തുക. ആദ്യമേ ഒരു എൻക്വയറി നടത്തിയ ശേഷം മാത്രമേ വിഷയത്തിൽ കേസുമായി പോലും പോകാൻ കഴിയുകയുള്ളൂ. പക്ഷേ ഇപ്പോ എല്ലാവരും പറയുന്നതിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? മോഹൻലാൽ ആശുപത്രിയിലായത് പലതരത്തിലുള്ള വെർഷൻസ് ഇതിൽ നടക്കുന്നുണ്ട്. അതായത് മോഹൻലാലുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, മോഹൻലാലുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് വരെ ഏതെങ്കിലും ഒരു ജൂനിയർ ആർട്ടിസ്റ്റോ ഏതെങ്കിലും ഒരു സീനിയർ ആർട്ടിസ്റ്റോ മോഹൻലാലിന്റെ പേര് വന്ന് ഏതെങ്കിലും തരത്തിൽ തങ്ങൾ പീഡിപ്പിക്കപ്പെട്ടെന്നോ അല്ലെങ്കിൽ തങ്ങളെ മോശമായെങ്കിലും നോക്കിയെന്നോ മോശമായെങ്കിലും സംസാരിച്ചെന്നോ എന്തെങ്കിലും തരത്തിലുള്ള പേരുകൾ ഇന്ന് വരെ പറഞ്ഞിട്ടുണ്ടോ? പിന്നെ നമ്മളെ മമ്മൂട്ടിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? പിന്നെ നമ്മൾ എങ്ങനെയാണ് മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ ഇതിനകത്തുണ്ട് എന്ന് നമുക്ക് എങ്ങനെയാണ് ബോധ്യമാവുക? ആരെങ്കിലും ഒരാൾ പറയണ്ടേ? ബാക്കി ഈ പറയപ്പെടുന്ന പേരുകളെല്ലാം പല രീതിയിൽ, ഇനി ഇതല്ലെങ്കിൽ സിനിമാ സംഘടനകളുമായി ബന്ധപ്പെട്ടാണെങ്കിലും ഗുണ്ടാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണെങ്കിലും ആരെയെങ്കിലും ഭീഷണിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടാണെങ്കിലും അല്ലെങ്കിൽ അത്തരത്തിൽ പല രീതിയിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽ പെട്ടവരുടെ പേരുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മോഹൻലാലും മമ്മൂട്ടി അടക്കമുള്ളവരുടെ പേരുകൾ ആരും പറഞ്ഞിട്ടില്ല. ആര് പറഞ്ഞു എന്നാണ്? ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സർക്കാരാണ് പുറത്തു പറയേണ്ടത്. അങ്ങനെ ഒരു മൊഴി കിട്ടിയിട്ടുണ്ടെങ്കിൽ, അത്തരത്തിലൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർക്കാരാണ് പുറത്തു പറയേണ്ടത്. അതിലിപ്പോ സത്യത്തിൽ യഥാർത്ഥത്തിൽ ഈ ജനങ്ങൾ നടത്തുന്ന ചർച്ചകളൊക്കെ മോഹൻലാലാണോ മമ്മൂട്ടിയാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയാണ്. മമ്മൂട്ടി അത്രയ്ക്ക് ഒരു എനിക്ക് തോന്നുന്നു മമ്മൂട്ടിയുടെ പേര് അത്രയധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു. പക്ഷെ എങ്കിൽ പോലും മോഹൻലാൽ ആണ് എന്ന ഒരു ധാരണയുള്ളത് കൊണ്ടാണ് എല്ലാവരും ഈ വളരെ ക്യൂറിയസ് ആയിട്ട് ഈ വിഷയത്തിൽ വലിയ ഇടപെടൽ നടത്തുകയും ഇത് പുറത്തു വരണമെന്ന് പറയുകയും ഒക്കെ ചെയ്യുന്നത്. ഏതായാലും സ്ത്രീകൾ മോഹൻലാലിന്റെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുണ്ടോ എന്നുള്ള ആ ഒരു വീഡിയോ ഒക്കെ ഇപ്പൊ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയ എടുത്തിട്ട് ആഘോഷിക്കുന്നുണ്ട്. അത് ഇപ്പൊ ഞാൻ പറയട്ടെ, ഒരു പുരുഷനും സ്ത്രീക്കും തമ്മിൽ ബന്ധമുണ്ടാകാനുള്ള എല്ലാ സംവിധാനങ്ങളും പലപ്പോഴും നമുക്കറിയാം ഉണ്ട്. സിനിമ ഇൻഡസ്ട്രി പ്രത്യേകിച്ച് കൂടുതൽ അടുപ്പം ഉണ്ടാകുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. അത്തരത്തിൽ അദ്ദേഹം ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ടോ? ആരുടെയെങ്കിലും സ്ത്രീകളുടെ കൂടെ പോയിട്ടുണ്ടോ? അല്ലെങ്കിൽ അദ്ദേഹം ഏതെങ്കിലും സ്ത്രീകളെ ഉപദ്രവിച്ചു എന്ന പരാതിയുണ്ടോ? അതാണ് നമുക്ക് അറിയേണ്ട വിഷയം. അല്ലെങ്കിൽ അദ്ദേഹം ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഈ വിഷയത്തിൽ ഏതെങ്കിലും സ്ത്രീകളെ ഫോഴ്സ് ചെയ്ത് കതകിന് പോയി തട്ടി എന്നൊക്കെ പറയുന്നുള്ള അത്തരത്തിൽ തട്ടി ഫോഴ്സ് ചെയ്ത് ഏതെങ്കിലും രീതിയിൽ ശ്രമം നടത്തിയിട്ടുണ്ടോ? അതൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക്, അതൊന്നും അറിയാത്ത സ്ഥിതിക്ക്, നമ്മളോട് ആരും പറയാത്ത സ്ഥിതിക്ക് അത്തരത്തിൽ മോഹൻലാൽ എന്റെ പിറകെ നടന്ന് ശല്യം ചെയ്തു എന്ന് ഇന്ന് വരെ ആരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടേ ഇല്ല.
അങ്ങനെ ഒരു സ്ഥിതിക്ക് അദ്ദേഹത്തെ മാത്രമായി പ്രതിക്കൂട്ടിൽ നിർത്താനോ ഒന്നും എനിക്ക് സാധിക്കില്ല. നേരെ മറിച്ച് മറ്റ് ആരോപണ വിധേയ, ഞാൻ ഈ പേര് പറഞ്ഞ ഗണേഷ് കുമാർ ആയാലും മുകേഷ് ആയാലും അതുപോലെ തന്നെ ഇടവേള ബാബുവിന്റെ ഒക്കെ പേര് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റു പേരുകൾ പുറത്തു വരുന്നുണ്ടെങ്കിൽ വരട്ടെ. മോഹൻലാൽ ചെയ്തിട്ടുണ്ടെങ്കിൽ മോഹൻലാലിനെതിരായി നിൽക്കാനാണ് എനിക്കിഷ്ടം. ഇതിന്റെ കൂടെ ചോദിക്കാനുള്ളത്, പറയുമ്പോൾ കുറച്ച് ലജ്ഞ തോന്നുമെങ്കിലും പറയുകയാണ്, അമ്മ സംഘടനയിൽ നിന്ന് മാറി ഇതിപ്പോൾ ഒരു മാമാ സംഘടനയായി മാറിയിരിക്കുകയാണ്. പേരിൽ മാത്രമേ അമ്മയുള്ളൂ, പ്രവൃത്തിയിലെല്ലാം മാമാപ്പണിയാണ് എന്നുള്ളതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേർ പറയുന്നത്. സത്യത്തിൽ അമ്മ എന്ന് പറയുന്ന ഒരു വാക്ക് വളരെ ബഹുമാനത്തോടു കൂടി അല്ലെങ്കിൽ വളരെ പരിശുദ്ധമായ ഒരു വാക്കാണ് അമ്മ എന്നുള്ളത്. നമുക്കെല്ലാവർക്കും അത്തരത്തിൽ തന്നെയാണ്. പക്ഷെ അതിനെപ്പോലും നാണിപ്പിക്കുന്ന, ലജ്ഞിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ സിനിമാ മേഖലയിൽ നിന്നും സംഘടനയിൽ നിന്നും ഒക്കെ പുറത്തു വരുന്നത്. അപ്പോൾ ഇത് എത്രത്തോളം സിനിമാ മേഖലയെ ബാധിക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ ഇന്നലെ തന്നെ ഷീല മാം പറഞ്ഞതുപോലെ പലരുടെയും പേരുകൾ പറയാതിരിക്കുമ്പോൾ പല ഊഹാപോഹങ്ങളും ഉണ്ടാകും. ഇവരാണോ അത്, അവരാണോ, അങ്ങനെയൊക്കെ പല ഊഹാപോഹങ്ങളും ഉണ്ടാകും. അപ്പോൾ നമ്മൾ എല്ലാവരെയും സംശയിക്കും, ഇവരവരെ കൂടെ പോയിട്ടുണ്ടോ, ഇവരായിരിക്കും അവരുടെ കഥകൾ തട്ടിയത്, ഈ നടനായിരിക്കുമോ ആ കട്ടിലിനടിയിൽ പോയിരുന്നത്, ഇതായിരിക്കുമോ ഈ ചുണ്ടുകൾ കടിച്ചു കീറിയെന്ന് പറയുന്ന നടൻ എന്നൊക്കെ പറഞ്ഞിട്ട് മലയാളികൾ ആവശ്യമില്ലാത്ത രീതിയിൽ ആഘോഷിക്കുകയും ചിന്തിക്കുകയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിൽ പേരുകൾ പുറത്തുവിടാതിരിക്കുമ്പോൾ അത് സിനിമയെ പാഷനായി കാണുന്ന, സിനിമയെ മനസ്സിൽ കൊണ്ടു നടന്ന് ഇത് ഉപജീവന മാർഗമായും പാഷനായും കാണുന്നവർക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടിയല്ലേ? അല്ലെങ്കിലും ഈ സിനിമ മാത്രമാണ് ലക്ഷ്യം, അല്ലെങ്കിൽ സിനിമയെ പാഷനായി കാണുന്നു, സിനിമയ്ക്ക് വേണ്ടി ഒരു കോംപ്രമൈസും ചെയ്യില്ല എന്ന് ചിന്തിക്കുന്നവർക്ക് എപ്പോഴും നഷ്ടം തന്നെയാണ്. അങ്ങനെയുള്ളവർക്ക് സിനിമ ഇൻഡസ്ട്രിയിൽ വരാൻ കഴിയില്ല. ആ പെൺകുട്ടി ഇന്ന് ഞാൻ കേട്ടൊരു ബൈറ്റിൽ ആ പെൺകുട്ടി പറയുന്ന, പെൺകുട്ടി പായസ കച്ചവടം ചെയ്താണ് ജീവിക്കുന്നതെന്നാണ് പറയുന്നത്. പല നടിമാരും ഇൻഡസ്ട്രി വിട്ടുപോയിട്ടുണ്ട്. ഈ സിനിമ ഇൻഡസ്ട്രിയിൽ ഇതൊക്കെ ഉണ്ട് എന്നറിയാം. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സ്ത്രീകൾ ഇവിടേക്ക് വരുന്നത്. അതിൽ നല്ലൊരു ശതമാനവും ഇതിന് ഈ കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും അത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുമൊക്കെയാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും പ്രോഗ്രാമിലൊക്കെ പ്രോഗ്രാം വഴി കണ്ടതോ, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രോഗ്രാമിൽ ഇഷ്ടപ്പെട്ടിട്ട് ഏതെങ്കിലും സംവിധായകൻ തന്റെ വേഷത്തിന് ഇണങ്ങിയ പെൺകുട്ടിയാണ് എന്ന് കരുതി അതിലേക്ക് വിളിക്കുകയോ അല്ലെങ്കിൽ കലോത്സവ വേദികളിൽ വരികയൊക്കെ ചെയ്യുന്ന സ്ത്രീകളെ സംബന്ധിച്ചാണെങ്കിൽ ഒരു പക്ഷേ അത്തരത്തിലുള്ള ഒരു പ്രശ്നമുണ്ട്. അതും ആ പെൺകുട്ടി ആദ്യത്തെ സിനിമയിൽ അഭിനയിച്ച് അതിൽ പ്രാഗൽഭ്യം തെളിയിച്ചാൽ അടുത്ത വേഷത്തിന് പക്ഷേ കോംപ്രമൈസ് ചെയ്യേണ്ടി വരില്ലായിരിക്കും. നമുക്കറിയാം സിനിമ ഇൻഡസ്ട്രി ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാം. അതിലൊരു മാറ്റം വരണമെങ്കിൽ ഞാൻ പറയുന്നത് സ്ത്രീകൾ അവരുടെ ഐഡന്റിറ്റി ക്ലെയിം ചെയ്യണമെന്നേ. ഇവിടെ എത്ര കാലം നമ്മൾ ഇരവാദം മുഴക്കിക്കൊണ്ട് മുൻപോട്ട് പോകും? ഈ സ്ത്രീകളെ ആവശ്യമുണ്ട് ഇൻഡസ്ട്രിക്ക്. ഏത് ഘട്ടത്തിലാണെങ്കിലും സ്ത്രീകളെ ആവശ്യമുണ്ട്. ഇപ്പൊ ടെക്നിക്കൽ ഫീൽഡ് ഒഴികെയുള്ള സിനിമയിൽ അഭിനയിക്കാൻ നായിക തന്നെ വേണം, നായകന് നായിക തന്നെ വേണം, അമ്മയ്ക്ക് അമ്മ തന്നെ വേണം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്ത്രീകൾ ഇതിൽ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഞങ്ങൾക്കത് കഴിയില്ല, അങ്ങനെയുള്ള വേഷം വേണ്ട, അതുകൊണ്ട് കിട്ടുന്ന ലാഭം വേണ്ട എന്ന് തീരുമാനിക്കാൻ എന്താണ് ബുദ്ധിമുട്ട്? എല്ലാ രംഗത്തും അങ്ങനെയാണ് വേണ്ടത്. ഇപ്പോ പത്രപ്രവർത്തനമാണെങ്കിലും പോലീസിലാണെങ്കിലും അത് അന്നേരം അഡ്രസ് ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ അപ്പൊ തന്നെ സ്ത്രീകൾ ധൈര്യത്തോടെ അഡ്രസ് ചെയ്യണം. അല്ലാതെ കുറെ നാൾ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ അന്ന് പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് കുറെ വർഷങ്ങൾക്ക് ശേഷം പറയുന്നതിൽ എന്ത് കാര്യമാണ്? അതുകൊണ്ട് എന്ത് നീതിയാണ് ഉണ്ടാവുക? ഇപ്പൊ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നു. ഈ റിപ്പോർട്ടിൽ തന്നെ മരിച്ചുപോയവരുടേതടക്കമുള്ള അത്തരത്തിലുള്ള പലരെയും പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ള പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിലെങ്ങനെയാണ് ഒരു ഫാക്ട് ഫൈൻഡിങ് നടക്കുക? അത് പറയുന്ന കഥകൾ വിശ്വസിക്കുകയല്ലാതെ മരിച്ചുപോയ ഒരാളുടെ ഭാഗം വിശദീകരിക്കാൻ ആരും വരില്ല. മരിച്ചുപോയ പല നടന്മാരെ കുറിച്ചും ഇത്തരത്തിൽ പരാമർശമുണ്ട് എന്ന് കമ്മിറ്റി കൃത്യമായി വിലയിരുത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ളവരുടെ കാര്യത്തിൽ എന്ത് തീരുമാനമാണ് എടുക്കുക? ഇതിലൊറ്റ കാര്യം, കേരളത്തിലെ പൊതുസമൂഹം പുരുഷാധിപത്യ സമൂഹമാണെന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. അവിടെ പലതരത്തിലുള്ള സ്ത്രീയെ ഒരു ഉപഭോഗ വസ്തുവായി കാണുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ സ്ത്രീയെ ആണധികാരത്തിന്റെ അതിൽ തളച്ചിടാൻ ശ്രമിക്കുന്നുണ്ട്. എവിടെയാണ് ഇല്ല എന്ന് പറയുന്നത്? ഏതെങ്കിലും ഒരു സ്ത്രീ പറയട്ടെ തനിക്ക് ഒരിക്കലെങ്കിലും ആണധികാരത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് പറയാനുള്ള ഏതെങ്കിലും ആർജവമുള്ള ഒരു സ്ത്രീയെങ്കിലും കേരളത്തിൽ ചൂണ്ടിക്കാട്ടാനുണ്ടോ? കേരളത്തിലെ പുരുഷാധിപത്യ സമൂഹമാണ്. ആ സമൂഹം എല്ലായിടത്തും, പോലീസിലാണെങ്കിലും എവിടെയാണെങ്കിലും കഴിവുള്ള സ്ത്രീകളെ, കാര്യപ്രാപ്തിയുള്ള സ്ത്രീകളെ, അങ്ങനെയുള്ള സ്ത്രീകളെ കുറിച്ച് മോശം പറയാൻ, അവരെ മറ്റൊന്നിനും കിട്ടില്ലെങ്കിൽ പിന്നെ പറയാൻ പറ്റുന്ന കാര്യം മോശം പറയുകയാണ്. ഇനി കിട്ടുന്നവരെ സംബന്ധിച്ചാണെങ്കിൽ അവർ ഫലപ്രദമായി ഉപയോഗിക്കുകയും ചെയ്യും. പിന്നീട് ഏതെങ്കിലും സമയത്ത് തെറ്റുമ്പോൾ അവരെ കുറിച്ച് മോശം പറയുകയും ചെയ്യും. ഇതല്ലേ കേരളീയ പൊതുസമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇതിൽ നിന്ന് സിനിമ എങ്ങനെ വ്യത്യസ്തമാകുമെന്നാണ് പറയുന്നത്. സിനിമയിൽ വരുന്ന കുറച്ചു പേരെങ്കിലും കോംപ്രമൈസിന് തയ്യാറാവുകയും കുഴപ്പമില്ല എന്ന രീതിയിൽ നിൽക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇവിടെ ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല എന്ന് പറയണം. നേരെ ചോദിക്കട്ടെ, അമ്മ പോലുള്ള സംഘടനകളെ കുറിച്ച് പറഞ്ഞല്ലോ. ഈ സംഘടനകളെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ആ സംഘടനയിൽ നിരവധി സ്ത്രീകളില്ലേ?
ഇനി അമ്മ സംഘടനാ രൂപത്തെ നമ്മൾ കുറ്റം പറയുകയാണെങ്കിൽ ആ സംഘടനയിൽ ആരെങ്കിലും ഏതെങ്കിലും സംവിധായകൻ തന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു പരാതി നൽകി ഏതെങ്കിലും ഒരു സ്ത്രീ ഉണ്ടോ? അത്തരം ഒരു പരാതി അവിടെ ഉയർന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് പറയേണ്ടതല്ലേ, അത് പുറത്തു വരേണ്ടതല്ലേ? ആ സ്ത്രീ വന്ന് പറയട്ടെ, ഞാൻ ഒരു പരാതി നൽകി ഒരു സംവിധായകനെതിരെ, അതിൽ നടപടി ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ കഴിയുമോ? അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഈ കാടടച്ച് വെടിവെക്കുകയും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ പ്രശ്നം ഇതിലാകെയുള്ള ഒരു കാര്യം, കുറച്ച് സ്ത്രീകൾ ഇപ്പോൾ ആത്മാഭിമാനത്തോടെ നിവർന്നു നിൽക്കാൻ തുടങ്ങിയത്. അവരുടെയും ഒരു കാലത്ത് അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് നമുക്കറിയില്ല. അത്തരം സ്ത്രീകൾ ഇപ്പോഴെങ്കിലും ആത്മാഭിമാനത്തോടെ ഉയർന്നു നിൽക്കാൻ അവർക്ക് സാധിച്ചത് കൊണ്ട് ഇനി വരുന്ന പെൺകുട്ടികളോട് ഒരല്പം പേടി, അവിടെ ഞാൻ കോംപ്രമൈസ് ചെയ്യില്ല എന്ന് പറയാനുള്ള ആർജവം സ്ത്രീകൾക്കുണ്ടാകുന്ന രീതിയിലേക്ക് ഈ ചർച്ച മാറുന്നുണ്ട്. അത്തരത്തിലുള്ള സ്ത്രീകൾ ഇനി സിനിമയിലേക്ക് വരുമ്പോൾ എനിക്കത് പറ്റില്ല, ഇങ്ങനെ പറ്റുകയുള്ളൂ എന്ന് പറയാൻ കഴിയണം. ഞാൻ ചോദിക്കട്ടെ, കഥകിൽ തട്ടി മുറിച്ച് ബഹളം ഉണ്ടാക്കി വാതിൽ ചവിട്ടിപ്പിടിച്ച് അകത്തേക്ക് വരുമെന്ന് ആരെങ്കിലും അങ്ങനെ ഒരു ഈ ലോകത്ത് എവിടെയാണെങ്കിലും അങ്ങനെ ഒരാൾക്ക് ഇപ്പോ കഥവ് ചവിട്ടിപ്പൊളിച്ച് അകത്തോട്ട് വരുമ്പോ ഒരു ഫേസ്ബുക്ക് എടുത്തിട്ട് ഒരു ലൈവ് കൊടുത്താൽ പോരെ എന്റെ മുറിയിലേക്ക് ഒരാൾ കഥവ് ചവിട്ടിപ്പൊളിച്ച് വരുന്നുവെന്ന്? കേരളത്തിൽ നിയമവ്യവസ്ഥയില്ലേ? എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ കഴിയാത്തത്? സിനിമ വേണ്ടെന്ന് വെക്കണം, ആ സമയത്ത് എനിക്കിത് മതി. അല്ലെങ്കിൽ ഇനി എന്നോട് വന്നാൽ ശരിയാണ്, പലരും കോംപ്രമൈസ് ചെയ്യുന്നത് പലരും അവരുടെ ജീവിത മാർഗത്തിന് വേണ്ടിയാണ്, സമ്മതിക്കുന്നു. പക്ഷെ ഒരു സ്ത്രീ അത് ചെയ്തു കഴിഞ്ഞാൽ നാളെ മറ്റുള്ളവർക്ക് പേടിയാകും. ഇനി ഇങ്ങനെ ചിങ്ങാണം സംഭവിച്ചല്ലോ എന്നൊരു പേടി പുരുഷന്മാർക്ക് വരില്ലേ? ഇത്രയധികം പേടിയില്ലാതെ ഒരു റൂമിൽ തട്ടാനും ഡ്രൈവർക്കടക്കം റൂമിലേക്ക് കയറി ചെല്ലാനും സാധിച്ചത് നമ്മുടെ കഴിവുകേടല്ലേ, സ്ത്രീകളുടെ കഴിവുകേടല്ലേ? അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണ്ടേ? യഥാർത്ഥത്തിൽ പണ്ട് കാലത്തെ പെൺകുട്ടികളെ പോലെയാണോ ഇന്നത്തെ പെൺകുട്ടികൾ? പണ്ട് കാലത്ത് വിദ്യാഭ്യാസവും സാമ്പത്തികവും ഒന്നുമില്ലാതെ നാടകം കളിച്ചു നടന്ന ഒരു അന്നത്തെ അന്നത്തിന് വേണ്ടി നാടകം കളിച്ചു നടന്നിരുന്ന പല സ്ത്രീകൾ സിനിമയിലേക്കൊക്കെ, അന്ന് നമുക്കറിയാം സിനിമയിലൊന്നും അഭിനയിക്കാൻ സ്ത്രീകൾ കൂട്ടാക്കാത്ത കാലഘട്ടത്തിൽ സ്ത്രീകളെ എങ്ങനെയാണ് സിനിമയിലേക്ക് കൊണ്ടുവന്നത് നമുക്കറിയാം. അന്ന് വീടുകളിൽ നിന്ന് ഈ സ്ത്രീകളെ പുറത്താക്കുന്ന കാഴ്ചകൾ പോലും നമ്മൾക്ക് അറിയാം. എന്നാൽ ഇന്ന് ബെൻസിലൊക്കെ വന്നിറങ്ങിയാണ്, ആദ്യം തന്നെ ബെൻസിൽ വന്നിറങ്ങുന്ന പെൺകുട്ടികളുണ്ട് ഷൂട്ടിംഗ് സെറ്റുകളിലേക്ക്. അത്തരത്തിൽ സാമ്പത്തികമുള്ള വിദ്യാഭ്യാസമുള്ള പ്രൊഫഷണലുകളായിട്ടുള്ള പെൺകുട്ടികൾ എന്തിന്റെ പേരിലാണ് തന്റെ മുറിയിലേക്ക് കെട്ടിവലിച്ചു എന്ന് പറയുന്നത്? അങ്ങനെയുള്ള സ്ത്രീകളോട് അത്തരത്തിലുള്ള സ്ത്രീകൾക്ക് എന്തുകൊണ്ട് പ്രതികരിച്ചുകൂടെ? എനിക്ക് ഈ സിനിമ വേണ്ട, അല്ലെങ്കിൽ ഈ സിനിമ ഇത് നടക്കില്ല, ഞാൻ അഭിനയിക്കാനാണ് വന്നത്, കോൾ ഷീറ്റ് ഒപ്പിട്ടിട്ടുണ്ട്, എനിക്ക് ഈ സിനിമയുടെ അഭിനയിച്ചു പോകണം എന്ന് എന്തുകൊണ്ടാണ് പറയാൻ കഴിയാത്തത്? സിനിമയിലേക്ക് വിളിക്കുമ്പോൾ തന്നെ കോംപ്രമൈസ് ചെയ്യണം എന്ന് പറയുമ്പോൾ കോംപ്രമൈസ് ചെയ്യില്ല, നിങ്ങൾ എനിക്ക് വേഷം തന്നാൽ മതി, ഞാൻ നന്നായി അഭിനയിക്കാം എന്ന് പറയാൻ കപ്പാസിറ്റി ഉള്ള എത്ര നടിമാരാണുള്ളത്? ഇപ്പോ കഴിഞ്ഞ ദിവസം പാർവതി പറഞ്ഞാൽ പാർവതി ഒരുപാട് സിനിമകളിൽ നിന്ന് ഒഴിവാക്കി, ഒരുപാട് സിനിമകളിൽ നിന്ന് പാർവതി ഒഴിവാക്കപ്പെട്ടു. രമ്യ നമ്പീശൻ കഴിഞ്ഞ 2017 ശേഷം ഞാൻ എന്റെ കണക്ക് നോക്കുമ്പോൾ ഏതാണ്ട് 4 സിനിമകൾ മാത്രമാണ് മലയാളത്തിൽ രമ്യക്ക് കിട്ടിയിട്ടുള്ളത്. അവരൊക്കെ കോംപ്രമൈസ് ചെയ്തില്ലേ? ഒരു ഘട്ടം എത്തിയപ്പോഴെങ്കിലും അവരിത് തുറന്നു പറയാൻ തയ്യാറായില്ലേ? ഒരു ഏകീകൃത രൂപം വന്നപ്പോഴെങ്കിലും ഒരു കുറച്ചു പേരെങ്കിലും അക്കൂട്ടത്തിൽ നിന്നില്ലേ? അപ്പോഴും ആരാണ് അവിടെ ശത്രുതാപരമായി പെരുമാറുന്നത്? സ്ത്രീകൾ തന്നെയാണ്. ഇവരോടൊപ്പം നിന്ന സ്ത്രീകൾ മറുകണ്ഠം ചാടി, പല സ്ത്രീകളും മറുകണ്ഠം ചാടി നിന്നവർക്ക് വേഷങ്ങൾ കിട്ടി. അപ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടുതലായി ഉണ്ടാകുന്നത്. സ്ത്രീകൾക്ക് ഒരു ഏകീകൃത രൂപം വരികയും സ്ത്രീകളെ തൊടാൻ കഴിയില്ല എന്ന ഘട്ടം വരികയും ചെയ്താൽ ഒരു സിനിമ ഇൻഡസ്ട്രിയിലല്ല ഒരു ഇൻഡസ്ട്രിയിലും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ ചിലരെങ്കിലും ഇങ്ങനെ മറുകണ്ഠം ചാടുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടുതലായി ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും ഇത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് നമ്മൾ ആർജവത്തോടെ മുന്നോട്ട് പോയാൽ, മുന്നിട്ട് നിന്നാൽ നമ്മളെ തൊടാൻ ആർക്കും കഴിയില്ല, ആർക്കും ധൈര്യം ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ്. വളരെ നന്ദി മാഡം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.